സമകാലികം. ഹലോ, സ്നേഹിത ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഞാനൊരു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നെ ആരും ഫോളോ ചെയ്യുന്ന പോലെ. എവിടുന്നാ വിളിക്കുന്നേ? അത് സമാധാനായിട്ട് പറയൂ. എന്റെ ബസ് മിസ്സായി, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇപ്പൊ തന്നെ അവിടെ ആണെത്തും. സമാധാനിക്കൂ കേട്ടോ. വളരെ ഉപകാരം. താങ്ക് യു. നിങ്ങൾ തനിച്ചല്ല, സ്നേഹിതയുണ്ട് കൂടെ. അതെ, മാനസികവും ശാരീരികവുമായ അതിക്രമങ്ങളും വിവേചനങ്ങളും ചൂഷണങ്ങളും നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അവശ്യഘട്ടങ്ങളിൽ അഭയകേന്ദ്രമായി വർത്തിക്കുന്ന കുടുംബശ്രീയുടെ സ്നേഹിത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 11 വയസ്സ് പൂർത്തിയാവുകയാണ്. ഞാനൊരു സീരിയസ് മെമ്പറായിരുന്നു. സ്നേഹിതയിലേക്ക് നിരവധി കേസുകൾ വിട്ടിട്ടുണ്ട്. എല്ലാ കേസുകൾക്കും വളരെ നല്ല രീതിയിൽ പരിഹാരം ലഭിച്ചതുമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു കോഴ്സിന് ചേർന്നിട്ട് അതിൽ പറ്റാതെ മാനസിക സമ്മർദ്ദം മൂലം വിഷമത്തിലായ 2 കുട്ടികളുടെ പ്രശ്നം, ദാമ്പത്യ പ്രശ്നവുമായി വന്ന 2 ദമ്പതിമാർ എന്നിവർക്ക് ആശ്വാസം കൊടുക്കാൻ സ്നേഹിത വഴി കഴിഞ്ഞിട്ടുണ്ട്. ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ സ്നേഹിതയുണ്ടെന്നൊരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. എൻ്റെ പേര് ജിത്തു ജോർജ്. സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്കിലെ സർവീസ് പ്രൊവൈഡറാണ്. ഗാർഹിക പീഡനത്തിലും മറ്റും വീട്ടിൽ നിൽക്കാൻ പറ്റാതെ 2-3 ദിവസം സ്ത്രീകൾ കുട്ടികളെയും കൂട്ടി സ്നേഹിതയിൽ വന്നു നിൽക്കാറുണ്ട്. അവിടേക്ക് അവരുടെ ഭർത്താവിനെയും വിളിച്ച് മീഡിയേഷൻ നടത്തി ആ സ്ത്രീ അനുഭവിക്കുന്നത് ഗാർഹിക പീഡനമാണെന്നും അത് ക്രിമിനൽ കുറ്റമാണെന്നും അവരെ ബോധവൽക്കരിക്കുകയും ഇത്തരം ഉപദ്രവങ്ങൾ പങ്കാളിയോട് ചെയ്താൽ ഈ ബന്ധത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് വേണ്ടതായ കേസുകളിൽ കൗൺസിലർക്ക് വിട്ട് പരിഹാരമുണ്ടാക്കും. ചില കേസുകളിൽ അവർക്ക് ദാമ്പത്യബന്ധം തുടരാനുള്ള താല്പര്യമുണ്ടാകാതിരിക്കുകയും അവർക്ക് വേണ്ട നിയമസഹായത്തിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും. തനിയെ ജീവിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഉപജീവനം കൂടി കണ്ടെത്തേണ്ടതായിട്ട് വരും. അതിനുള്ള സഹായവും സ്നേഹിതയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില പങ്കുവഹിക്കുന്ന കാര്യങ്ങളാണ് സ്ത്രീധനം, പുരുഷന്മാരുടെ അമിത മദ്യപാനം, വിവാഹേതര ബന്ധങ്ങൾ തുടങ്ങിയവ. കേരളത്തിലിപ്പോൾ മദ്യപിച്ച് വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വിവാഹേതര ബന്ധങ്ങളും കൂടി വരുന്നതായിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത്. ഇതിനെതിരായിട്ടുള്ള ക്ലാസുകളും ക്യാമ്പയിനുകളും സ്നേഹിതയിൽ നിന്നും നടത്താറുണ്ട്. എൻ്റെ പേര് സ്മിത മനോജ്. ഞാൻ എറണാകുളം സ്നേഹിത കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ സർവീസ് പ്രൊവൈഡറായി സേവനമനുഷ്ഠിക്കുന്നു. സ്നേഹിത സെന്ററിനകത്തുള്ള പ്രവർത്തനങ്ങളല്ലാതെ ഫീൽഡ് പ്രവർത്തനങ്ങൾക്കും സ്നേഹിത നേതൃത്വം കൊടുക്കാറുണ്ട്. ജെൻഡർ അവബോധ പരിശീലനം, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ക്ലാസുകൾ, മാതാപിതാക്കൾക്കുള്ള ക്ലാസുകൾ, സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പദ്ധതികൾ, സ്ത്രീകളുടെ വായനയും പഠനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയ ക്ലാസുകളും പദ്ധതികളും സ്നേഹിതയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. പ്രാദേശിക തലത്തിൽ ജെൻഡർ അവബോധ പ്രവർത്തനങ്ങൾ നടത്തുവാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് സമീപിക്കാനുമായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ അഥവാ GRCകൾ പ്രവർത്തിക്കുന്നു. കമ്മ്യൂണിറ്റി കൗൺസിലർമാരാണ് GRCകളുടെ ചുമതല വഹിക്കുന്നത്. വാർഡ് തലത്തിൽ ജെൻഡർ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ 5 പേരടങ്ങുന്ന ഒരു സന്നദ്ധ സേനയെ ഓരോ വാർഡിലും തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജിലന്റ് ഗ്രൂപ്പ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അയൽക്കൂട്ട അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ലിംഗപദവി പ്രശ്നങ്ങൾ കണ്ടെത്താൻ അയൽക്കൂട്ടത്തിൽ നിന്നും ജെൻഡർ പോയിന്റ് പേഴ്സൺമാരെ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ പ്രദേശങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അവരോട് തന്നെ ചോദിച്ച് രേഖപ്പെടുത്തുന്ന ക്രൈം മാപ്പിംഗ് പദ്ധതിയും സ്നേഹിതയുടെ പങ്കാളിത്തത്തിൽ നടന്നു വരുന്നു. സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടുന്ന ബോധവൽക്കരണ പരിപാടികളും കൗൺസിലിംഗും പഠനം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമുള്ള ക്ലാസുകളും ഒക്കെ നൽകുന്നതിന് സ്നേഹിത അറ്റ് സ്കൂൾ എന്ന പദ്ധതിയുമായി എറണാകുളം ജില്ലയിൽ 102 സ്കൂളുകളിൽ സ്നേഹിത പ്രവർത്തിക്കുന്നുണ്ട്. സ്നേഹിതയുടെ സേവനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി സ്നേഹിത ക്യാമ്പയിനുകളും ഇടയ്ക്കിടെ നടത്താറുണ്ട്. കുടുംബശ്രീ കലാ കൂട്ടായ്മയായ രംഗശ്രീയുടെ പ്രവർത്തനങ്ങളിൽ സ്നേഹിതയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സമൂഹത്തിൽ ആരും ആശ്രയമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളെ പരിഗണിക്കാനും അവരെ സഹായിക്കാനും വേണ്ടി രൂപീകരിച്ച പദ്ധതിയാണ് സ്നേഹിത കോളിംഗ് ബെൽ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഭക്ഷണം, പോഷണം, ആരോഗ്യം, ശുചിത്വം അഥവാ FNHW നടത്തുന്നത് സ്നേഹിതയുടെ നേതൃത്വത്തിലാണ്. സ്നേഹിതയുടെ ടോൾ ഫ്രീ നമ്പർ 180042555678. മൊബൈൽ നമ്പർ 8594034255. എൻ്റെ പേര് ഇന്ദു. ഞാൻ സ്നേഹിതയിലെ കൗൺസിലറാണ്. തൻ്റെ ഒരു പ്രശ്നവുമായി സ്നേഹിതയിൽ എത്തുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഒരു സ്ത്രീക്കോ കുട്ടിക്കോ കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അവരുടെ പ്രശ്നത്തിന്റെ സ്വഭാവം അനുസരിച്ച് സ്നേഹിതയിൽ നിന്നും കൗൺസിലിംഗ് സേവനം നൽകി വരുന്നു. കൂടാതെ കൃത്യമായ ഇടവേളകളിലായി പല സെഷനുകളിലായി ഫോളോ അപ്പ് സേവനവും നൽകി വരുന്നു. ആ വ്യക്തി ഇപ്പോഴും ഭാവിയിലും അവരുടെ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ പ്രാപ്തയാകുന്നതുവരെ സ്നേഹിതയുടെ സേവനം അവർക്ക് പ്രയോജനപ്പെടുത്തുന്നു.
സ്നേഹിതയ്ക്ക് പുറത്തേക്കും കൗൺസിലിംഗ് സേവനം എത്തിക്കേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്ററുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ കൗൺസിലിംഗ് സേവനം ആവശ്യമാണെങ്കിൽ അവർ സ്നേഹിതയിലേക്ക് റെഫർ ചെയ്യുന്നു. ഏതെങ്കിലും കാരണങ്ങളാൽ സ്നേഹിതയിലേക്ക് നേരിട്ട് എത്താൻ കഴിയാത്ത വ്യക്തികളാണെങ്കിൽ, ഉദാഹരണമായി വയോജനങ്ങൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിങ്ങനെയുള്ളവരാണെങ്കിൽ സ്നേഹിതയിൽ നിന്നും കൗൺസിലർ നേരിട്ട് GRCയിലെത്തി കൗൺസിലിംഗ് സേവനം പലപ്പോഴും ലഭ്യമാക്കി വരുന്നു. ഇതിനു പുറമെ ജില്ലയിലെ 102 സ്കൂളുകളിലും സ്നേഹിത അറ്റ് സ്കൂൾ എന്ന പദ്ധതി നിലനിൽക്കുന്നുണ്ട്. ആ സ്കൂളുകളിൽ അധ്യാപകർ ആവശ്യപ്പെടുന്ന പ്രകാരം പലപ്പോഴും നേരിട്ട് ചെന്ന് കൗൺസിലിംഗ് നൽകി വരുന്നുണ്ട്. സ്നേഹിതയുടെ മെയിൻ ഓഫീസ് കാക്കനാടാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ളവർക്ക് സ്നേഹിതയുടെ സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഒരു സബ് സെന്റർ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ആഴ്ചയിൽ 6 ദിവസം പകൽ സമയങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന സ്നേഹിതയുടെ സബ് സെന്ററിന്റെ കീഴിൽ കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിലും സ്നേഹിതയിൽ നിന്നും കൗൺസിലർ നേരിട്ട് ചെന്ന് സേവനം ലഭ്യമാക്കി വരുന്നു. സ്നേഹിത കൗൺസിലർ കവിത ഗോവിന്ദ്. സ്നേഹിതയിൽ ആളുകൾ വിളിച്ചും നേരിട്ട് വന്നും പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഗാർഹിക പീഡനങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നങ്ങൾ, ദാമ്പത്യ കലഹങ്ങൾ, കുട്ടികളുമായി ബന്ധപ്പെട്ടവ, മാനസിക സമ്മർദ്ദം തുടങ്ങി നിരവധി പ്രശ്നങ്ങളുമായി സ്നേഹിതയിലേക്ക് ആളുകൾ വിളിക്കാറുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങളിൽ കൂടുതലായി വരുന്നത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ലേണിംഗ് ഡിസബിലിറ്റി, പെരുമാറ്റ വൈകല്യം, പ്രണയം മൂലമുള്ള പ്രശ്നങ്ങൾ, കൗമാരപ്രായത്തിന്റേതായ പ്രശ്നങ്ങൾ മുതലായവയാണ്. പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ നിൽക്കാനുള്ള വഴികളും ആസ്വദിച്ച് പഠിക്കാനുള്ള വഴികളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പെരുമാറ്റ വൈകല്യങ്ങളിൽ പ്രധാനം അമിത ദേഷ്യം, കളവ്, മൊബൈൽ ഫോൺ അമിത ഉപയോഗം, മയക്കുമരുന്ന്, മദ്യം, സിഗരറ്റ് എന്നിവയുടെ ഉപയോഗം തുടങ്ങിയവയാണ്. സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതും ഇപ്പോൾ കണ്ടുവരുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശാരീരിക ബന്ധം വരെ എത്തുന്നു. കൂടെ പഠിക്കുന്നവരോടും വീട്ടുകാരോടും അക്രമാസക്തരായി പെരുമാറുന്നവരും ഉണ്ട്. പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ കൈവശപ്പെടുത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്ന കൗമാരക്കാരും ഉണ്ട്. എല്ലാ കേസുകളിലും ശിശു സംരക്ഷണ സമിതിയുടെ സഹായം കൂടി തേടാറുണ്ട്. നമ്മുടേത് ഒരു പുരുഷാധിപത്യ സമൂഹമായതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വത്തവകാശത്തിന്റെ കാര്യത്തിലാണെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സ്വത്തുവകകൾ, സമ്പത്തുകൾ ക്രയവിക്രയം ചെയ്യേണ്ടുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ എത്ര കണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. കുടുംബശ്രീയുടെ ജെൻഡർ വികസനം വിഭാഗത്തിന്റെ ജില്ലാ പ്രോഗ്രാം മാനേജർ ഷൈൻ ടി മണി. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. സ്വന്തം വീട്ടിലാണെങ്കിലും വിവാഹിതരായവരെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലാണെങ്കിലും ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് പിന്തുണ കിട്ടുക ദുർലഭമാണ്. അത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്നേഹിത പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ സ്ത്രീകൾക്ക് മാത്രമല്ല കുട്ടികൾക്കും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പിന്തുണകൾ സ്നേഹിതയിലൂടെ നൽകി വരുന്നുണ്ട്. കുട്ടികളെ വളർത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴും സ്ത്രീകളുടെ മാത്രമാണെന്ന് കരുതി പോരുന്ന ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു വരുന്ന സ്ത്രീയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുട്ടികൾക്കും ഇതേ അനാഥത്വം അല്ലെങ്കിൽ ഇതേ തിരസ്കാരം കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്കും സ്നേഹിത വഴി പിന്തുണകൾ നൽകി വരുന്നു. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ പുരുഷ തുല്യത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ഇടപെടലുകൾ സ്നേഹിതയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. പാട്രിയാർക്കിയൽ സൊസൈറ്റിയുടെ ഈ ഒരു സാഹചര്യത്തെ സ്നേഹിത വലിയ തോതിലുള്ള ഇടപെടലുകളിലൂടെ പൊളിച്ചെഴുതുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. സ്നേഹിതയുടെ 11ാം വാർഷികം പ്രമാണിച്ച് 11 പ്രചരണ പരിപാടികളാണ് ഈ വർഷം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KC അനുമോൾ. അതിൽ പ്രധാനമായും വരുന്നത് ഉന്നതി, തീരദേശ, പ്ലാന്റേഷൻ മേഖലയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വേണ്ട ലഹരി എന്ന പേരിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ ഉന്നതി, തീരദേശ പ്രദേശങ്ങളിലെ കുട്ടികളുടെ സ്കൂൾ, കോളേജ് തലങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് തടയുവാനും അവരെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരാനുമായി ബ്ലൂമിംഗ് ബഡ്സ് എന്നൊരു പ്രോഗ്രാം ആരംഭിക്കുന്നുണ്ട്. ഗർഭിണികളായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി എന്നൊരു പ്രോഗ്രാം ആരംഭിക്കുന്നുണ്ട്. കൂടാതെ 10 ലെവലുകളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഓൺലൈൻ ജെൻഡർ ഗെയിം പബ്ലിക്കിനായി ചെയ്യുന്നുണ്ട്. കൂടാതെ സ്നേഹിതയെക്കുറിച്ചുള്ള ആനിമേഷൻ വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ വുമന് വേണ്ടിയുള്ള ഫീനിക്സ് പദ്ധതി, ദൃശ്യ ശ്രവ്യ പത്രമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾ, രംഗശ്രീ കലാ ടീമിന്റെ നേതൃത്വത്തിൽ ഉച്ചഭാഷിണി ക്യാമ്പയിൻ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ എറണാകുളം സ്നേഹിത 11ാം വാർഷികം പ്രമാണിച്ച് ചെയ്യുന്നുണ്ട്. കുടുംബശ്രീക്ക് അകത്തും ഇതിൽ ഉൾപ്പെടാത്തവരുമായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്നേഹിതയുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ
TM റജീന. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്നേഹിത സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും നിരാലംബരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരുമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും നൽകുന്ന കേന്ദ്രങ്ങളാണ്. എറണാകുളം ജില്ലയിൽ ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്നേഹിത പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 2 കൗൺസിലർമാർ, 5 സർവീസ് പ്രൊവൈഡർമാർ, 2 സെക്യൂരിറ്റി സ്റ്റാഫ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നിങ്ങനെ 11 സ്ത്രീകളാണ് സ്നേഹിതയിലെ ജീവനക്കാരായിട്ടുള്ളത്. 24 മണിക്കൂർ എന്ന നിലയിലാണ് സ്നേഹിതയുടെ പ്രവർത്തനം നിലവിൽ നടന്നു വരുന്നത്. എറണാകുളം ജില്ലയിലെ സ്നേഹിത പ്രവർത്തിക്കുന്നത് കാക്കനാട് സിവിൽ സ്റ്റേഷൻ അടുത്ത് പഴയ കുന്നുപുറ റോഡിൽ താഴ്വാരം ലൈനിലാണ്. ഒരു വീട് തന്നെയാണ് സ്നേഹിതയുടെ ഓഫീസായി എടുത്തിരിക്കുന്നത്. ഇവിടെ സേവനാർത്ഥികളായി വരുന്നതും സ്ത്രീകളും കുട്ടികളും ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അന്യതാബോധം തോന്നാതിരിക്കാനായി വീടിന്റെ മാതൃകയിലാണ് സ്നേഹിതയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. 2 നിലയിലെ കെട്ടിടത്തിൽ താഴെ ഓഫീസ് സൗകര്യങ്ങൾ, ഭക്ഷണം കഴിക്കാനും അടുക്കള ഭാഗവും സ്റ്റാഫിന് ഉപയോഗിക്കേണ്ട മുറിയും, മുകൾ നിലയിൽ അഭയം തേടി വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു സമയം 5 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് നിലവിൽ കുന്നുപുറത്ത് പ്രവർത്തനം നടത്തി വരുന്ന സ്നേഹിതയിലുള്ളത്. സ്നേഹിതയുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അവിടെ താമസിക്കുന്ന അംഗങ്ങൾക്കായി വ്യത്യസ്തങ്ങളായിട്ടുള്ള വിനോദോപാധികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ വിശ്രമവേളകളും അവിടെ താമസിക്കുന്ന സമയവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നതിനായി പുസ്തകങ്ങൾ, കുട്ടികൾക്ക് കളിക്കുന്നതിനായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ഇവയെല്ലാം തന്നെ അവിടെ സജ്ജമാക്കിയിട്ടുള്ളതാണ്. CCTV അടക്കമുള്ള സുരക്ഷാ മുൻകരുതലും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ ഉപാധികളോട് കൂടെ തന്നെയാണ് സ്നേഹിതയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്നേഹിതയിലേക്ക് ആർക്കും വിളിക്കാം. സ്ത്രീകൾ, പെൺകുട്ടികൾ, 10 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾ എന്നിവർക്ക് സ്നേഹിതയിൽ താമസിക്കാം. സ്നേഹിതയുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. കുടുംബശ്രീയുടെ സംവിധാനമായ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എറണാകുളത്ത് 11 വർഷം പൂർത്തിയാക്കുകയാണ്. കുടുംബശ്രീയുടെ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B. ശ്രീജിത്ത്. അതിക്രമങ്ങൾക്ക് ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംവിധാനമാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. 2013 ഓഗസ്റ്റ് 23 ആദ്യത്തെ സ്നേഹിത എറണാകുളം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2012 കുടുംബശ്രീ നടത്തിയ ക്രൈം മാപ്പിംഗ് പദ്ധതിയിൽ സ്ത്രീകൾ പലവിധ ശാരീരിക, മാനസിക, ലൈംഗിക അക്രമങ്ങൾക്ക് വിധേയരാകുന്നതായും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ് എന്നും കണ്ടെത്തിയിരുന്നു. സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ മാറി നിൽക്കാൻ അവർക്കൊരു ഇടമില്ല എന്നുള്ള കുടുംബശ്രീയുടെ ഈ പഠനത്തിന്റെ വലിയ തിരിച്ചറിവിൽ നിന്നാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന ആശയം ഉണ്ടായത്. 2013 എറണാകുളത്ത് സ്നേഹിത ആരംഭിച്ചു. അതിനോടൊപ്പം തിരുവനന്തപുരത്തും മലപ്പുറത്തും ഒക്കെ തന്നെ സ്നേഹിതയുടെ സെന്ററുകൾ ആരംഭിക്കുകയുണ്ടായി. പിന്നീട് ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ സ്നേഹിത ആരംഭിച്ചു. 2017 കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. ഈ 11 വർഷത്തിനുള്ളിൽ നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും കരുത്തു പകരുന്നതിന് വേണ്ടി സ്നേഹിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് പുതിയ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളാണ് സ്നേഹിത ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് പിന്തുണ നൽകുന്നതിന് പുറമെ അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി വിവിധ തലത്തിൽ സ്നേഹിത ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. സ്നേഹിത അറ്റ് സ്കൂൾ, സ്നേഹിത അറ്റ് കോളേജ്, കൗമാര വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാലോ സപ്പോർട്ട് സെന്റർ, അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഫോർ യു മോം പിന്തുണാ സംവിധാനം തുടങ്ങി നിരവധി ഇന്നോവേറ്റീവായ പ്രവർത്തന പരിപാടികളാണ് കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. സ്ത്രീകളും കുട്ടികളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ഇന്നും ശാശ്വത പരിഹാരമായിട്ടില്ല നമ്മുടെ നാട്ടിൽ. ഇവിടെയാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പോലുള്ള പദ്ധതികളുടെ പ്രസക്തി. പ്രകൃതി ദുരന്തങ്ങളും ലിംഗാധിഷ്ഠിത വിവേചനങ്ങളും ഗാർഹിക പീഡനങ്ങളും മറ്റും കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും താങ്ങും തണലുമായി നിലകൊള്ളുന്ന സ്നേഹിതയ്ക്ക് നമുക്കും നൽകാം ഒരു ബിഗ് സാല്യൂട്ട്. നിർവഹണം റിയ. സഹായം TP വിവേക്. സമകാലികം.